ഗാസയിൽ ചോരപ്പുഴ ഒഴുകാൻ തുടങ്ങിയിട്ട് 1000 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒക്ടോബർ 7, 2023 ഇസ്രയേലിന് നേരെ ഗാസയുടെ മണ്ണിൽ നിന്നും ഹമാസിൻ്റെ ആളുകൾ നടത്തിയ ഒരു നീക്കം 1200 ജീവൻ അന്ന് പൊലിയുന്നു. ഏതാണ്ട് 250 പേരെ തടവുകാരായി ഗാസയുടെ മണ്ണിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം നടന്നത് നരനായാട്ടാണ്. ഈ നമ്പേഴ്സിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 73,066 ജീവനാണ് ഗാസയുടെ മണ്ണിൽ നാളിതുവരെ പൊലിഞ്ഞത്. ഒക്ടോബർ 7, 2023 ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത്രയും ജീവനാണ്. ആകെയുള്ള 22 ലക്ഷം പേരിലാണ് 73,066 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 12,000-ഓളം പേര് കുട്ടികളാണ്, ബാലന്മാരും ബാലികമാരും ആണ്. അതിൽ തന്നെ 1050-ഓളം പേര് ശിശുക്കളാണ്, ജസ്റ്റ് ജനിച്ചു വീണ കൊച്ചു കുട്ടികളാണ്, തീരെ ചെറിയ ശിശുക്കളാണ്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1,73,000 പേർക്കാണ് അംഗഭംഗം വന്നിരിക്കുന്നത്. ആ നമ്പർ നോക്കൂ. അതുമാത്രമല്ല, കെട്ടിടങ്ങൾ ഗാസയിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്നില്ല എന്നതാണ് അവസ്ഥ. ആ അവസ്ഥ ഉണ്ടായതെന്താണ്? നിരന്തരമായ ബോംബാർഡ്മെൻറ്റ്. ഇപ്പോൾ പ്രപ്പോർഷനേറ്റ് അറ്റാക്ക് തീർച്ചയായും ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ കിരാതമായ നീക്കം അപലപനീയമാണ്. ഞാൻ പല ആവർത്തി അത് പറഞ്ഞു, ന്യായീകരിക്കാനൊക്കില്ല. അതൊരു കാരണം, അവർക്ക് പലസ്തീൻ രാഷ്ട്രം വേണം, അതിന് ഇതല്ല മാർഗം. അതിന് നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്തുക, അത് പൂർണ്ണമായി അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടു കൂടി അവർക്ക് അനുവദിച്ച ഓസ്ലോ കരാർ അനുസരിച്ചുള്ള ഒരു സമാധാന പ്രക്രിയയിലൂടെ 2 രാജ്യങ്ങളാവുക, അതിന് ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ സമ്മർദ്ദത്തിലൂടെ വഴിപ്പെടുക. അതായത് ആ രീതിയിൽ ഉണ്ടാവാതെ ബലപ്രയോഗത്തിലൂടെ പലസ്തീൻ രാഷ്ട്ര സ്ഥാപനം സാധ്യമല്ല എന്നിപ്പോൾ അറിയാം. അതുമാത്രമല്ല, അബ്രഹാമി കരാറുകളിലൂടെ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ ഒന്നൊന്നായി സൗഹൃദത്തിലാണ്. ഇപ്പോൾ നോക്കൂ, ഇറാൻ യുദ്ധം നടക്കുന്നു. അവിടെയും അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ യാതൊരു ഏറ്റുമുട്ടലും ഇല്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് പാലസ്തീൻ ജനതയുടെ കോസ് അറബ് രാജ്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിക്കാനും ആവില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും തുടരുന്ന ഗാസയിലെ സംഘർഷം. ഇപ്പോൾ നോക്കൂ, ഔപചാരികമായി കഴിഞ്ഞ ഓഗസ്റ്റിൽ ഔപചാരികമായി വെടിനിർത്തൽ നിലവിൽ വന്നു. ഗാസ സമാധാന പ്രക്രിയ തുടങ്ങുന്നു. ജനുവരി 2026 മുതൽ ഗാസ ബോർഡ് ഓഫ് പീസ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പദ്ധതിയാണ് ബോർഡ് ഓഫ് പീസ്. ഏതാണ്ട് 27 രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു സമാധാന സംഘം, അതായത് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയാവുന്ന ഒരു സങ്കല്പം, അത് നിലവിൽ വന്നു. നിലവിൽ വന്നതല്ലാതെ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. 6 മാസം കഴിഞ്ഞിട്ടും ബോർഡ് ഓഫ് പീസിന് സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണ് ബോർഡ് ഓഫ് പീസ് നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏതാണ്ട് 1000-ൽ പരം പേരാണ് ഗാസയുടെ മണ്ണിൽ വീണ്ടും മരിച്ചു വീണത്. അപ്പോൾ ഗാസയിൽ സമാധാന കരാർ ഉണ്ടായി എന്നും സമാധാന ബോർഡ് സ്ഥാപിക്കപ്പെട്ടു എന്നതുകൊണ്ടും ഗാസയിൽ സമാധാനം എത്തി എന്ന് കൃത്യമായി ഉറപ്പിക്കാൻ ആവില്ല. ഈ ബോർഡിൻ്റെ ചുമതല എന്താണ്? ഒരു $1 ബില്യൺ വെച്ച് ഈ പാർട്ടിസിപ്പേറ്റിംഗ് രാജ്യങ്ങൾ, അത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ മിക്കതുമുണ്ട്. GCC മേഖലയിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുമുണ്ട്. സൗദി അറേബ്യയുണ്ട്, UAE, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, ഈ രാജ്യങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങൾ, ഇന്തോനേഷ്യ ഉണ്ട്. അത് ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. പാകിസ്ഥാനുണ്ട്, അതുപോലെ തുർക്കി ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്. പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പുറമെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെയില്ല. സെൻട്രൽ അമേരിക്കയിൽ നിന്നും ഒരു രാജ്യം, പാനമ ഉണ്ട്. പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും അർജന്റീന ഉണ്ട്. യൂറോപ്പിൽ നിന്നും പ്രമുഖ ശക്തികൾ ഒന്നും തന്നെ ഗാസ ബോർഡ് ഓഫ് പീസിൽ അംഗങ്ങളല്ല. ബ്രിട്ടനോ ജർമ്മനിയോ ഫ്രാൻസോ ഒന്നും അംഗങ്ങളല്ല. ബ്രിട്ടനും ജർമ്മനിയും നിരീക്ഷക പദവിയുള്ള രാജ്യങ്ങളാണ്. ഈ 27 രാജ്യങ്ങളിൽ പെടുന്നില്ല. പക്ഷെ മറ്റ് 23 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നിരീക്ഷണ പദവി മാത്രമാണുള്ളത്. അതുകൊണ്ട് ഹോൾ ഹാർട്ടഡ്ലി ലോകം ഈ ബോർഡ് ഓഫ് പീസിനെ പോലും അംഗീകരിച്ചിട്ടില്ല. ആ ബോർഡ് ഓഫ് പീസ് നിലനിൽക്കെയാണ് ഗാസയുടെ മണ്ണിൻ്റെ 80% ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമാണ്. അപ്പോൾ എന്താണ് ബോർഡ് ഓഫ് പീസിലൂടെ ഉദ്ദേശിച്ചത്? 2 കാര്യങ്ങളാണ് പ്രാഥമികമായി ഉദ്ദേശിച്ചത്. ഒന്ന്, ഇസ്രയേലി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ഇടങ്ങളിലേക്ക് ഇസ്രയേലി സേനയെ തിരിച്ചു കൊണ്ടുവരിക. സാധിച്ചിട്ടില്ല.
ഗാസയുടെ മണ്ണ് വളരെ ചെറുതാണ്. കേവലം 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ചെറിയൊരു പ്രദേശമാണ്, വളരെ ചെറിയൊരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ 80% ഭൂമിയും ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്നത്, യുദ്ധത്തിലൂടെ കൈവശം വച്ചിരിക്കുന്നത് ഇസ്രായേലാണ്. കേവലം 20% ഭൂമിയിൽ മാത്രമേ അവശേഷിക്കുന്ന ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക്, സായുധ സംഘങ്ങൾക്ക് അസ്തിത്വമുള്ളൂ. അപ്പോൾ ഇസ്രായേൽ സേന പിന്മാറാതെ രണ്ടാമത്തെ പ്രാവശ്യം നിലവിൽ വരില്ല. ഹമാസിൻ്റെ നിരായുധീകരണം, ഹമാസ് ആയുധം വെക്കണം, ഹമാസ് ഇനി യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തണം, ഹമാസ് പൂർണ്ണമായി കീഴടങ്ങണം, ഹമാസ് വിമുക്ത ഗാസ. ഇപ്പോഴും സാധ്യമായിട്ടില്ല. ഹമാസ് അവിടെയുണ്ട്, അവിടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായ ആധിപത്യം ഇസ്രായേലിനുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രായേലി ധനകാര്യ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയിൽ കാണുന്നത് എന്താണ്? ഞങ്ങൾ ഗാസയ്ക്ക് ചുറ്റും ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നത്? സെറ്റിൽമെൻറ്റിലൂടെ കിബുട്സുകൾ സ്ഥാപിക്കുക. ഇത് ഇസ്രായേലിൻ്റെ ഒരു തന്ത്രമാണ്. എപ്പോഴും വെസ്റ്റ് ബാങ്കിലൊക്കെ സമൃദ്ധമായി പയറ്റുന്ന തന്ത്രമാണ്. അതായത് ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ് ഗാസ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ് അങ്ങോട്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗാസയുടെ ഭൂമി വീണ്ടും ചെറുതായി, ഈ 368 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും വീണ്ടും അത് പകുതിയായി മാറുകയാണ് ഈ അതിർത്തിയിലെ കിബുട്സിലൂടെ. അതിലൂടെ പരമാവധി ഗാസൻസിനെ ചെറിയ ഒരു തുരുത്തിലേക്ക് ഒറ്റപ്പെടുത്തി കൊണ്ടുവരിക, എന്നിട്ട് തലങ്ങും വിലങ്ങും ഹൈവേകൾ സൃഷ്ടിക്കുക, എന്നിട്ട് കളങ്ങളാക്കി മാറ്റുക ഗാസയെ, എന്നിട്ട് ഇസ്രായേൽ നിയന്ത്രിക്കാവുന്ന രീതിയിൽ വലിയ ചെക്ക് പോയിന്റുകൾ ഒക്കെ സ്ഥാപിക്കുക. അപ്പോൾ കുടുങ്ങിപ്പോവും. ഗാസൻസിന് ഒരു രീതിയിലും മുന്നോട്ട് പോകാനാവില്ല. 90% ഇൻഫ്രാസ്ട്രക്ചറും കെട്ടിടങ്ങളും നിലംപരിശായി. അതിൻ്റെയൊക്കെ റീകൺസ്ട്രക്ഷൻ ദീർഘമായ പ്രക്രിയയാണ്. അതിന് ഫൈനാൻസ് വേണം, അതിന് പണം വേണം. ആവശ്യത്തിന് പണം ലഭിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അത് മാത്രമല്ല, ദുരിതാശ്വാസം എത്തണം. നിശ്ചിത എണ്ണം, സമാധാന കരാറിൽ നിശ്ചിത എണ്ണം ട്രക്കുകൾ ഓരോ ദിവസവും എത്തണം. അതിൻ്റെ 1/3 അനുവദനീയമായ ഖോട്ടായുടെ 1/3 ട്രക്കുകൾ മാത്രമേ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഗാസയുടെ മണ്ണിലേക്ക് ഇപ്പോൾ എത്തുന്നുള്ളൂ. ഈജിപ്ഷ്യൻ അതിർത്തി, റഫ അതിർത്തി കടന്ന് വരേണ്ടതാണ് ഈ ട്രക്കുകൾ. അവിടെയും ഇസ്രായേലിൻ്റെ കർശനമായ നിയന്ത്രണമുണ്ട്. അതിനർത്ഥം ഗാസൻസ് ഇപ്പോഴും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ അവസരം യുദ്ധത്തിൻ്റെ അവസരമാണ്. അതായത് അമേരിക്കയും ഇറാനും കൊമ്പ് കോർത്തിരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടിയാണ് എന്നാണ് പൊതുഭാഷ്യം. അങ്ങനെ അവിടെയും ഒരു സമാധാന പ്രക്രിയയുണ്ട്. ആ സമാധാന പ്രക്രിയയെ അട്ടിമറിക്കാൻ നിരന്തരം ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായും പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അതെന്തിനു വേണ്ടിയാണ്? ഇറാനാണോ ലക്ഷ്യം? അതോ ഈ അനുകൂലമായ അന്തരീക്ഷത്തിൽ എല്ലാ ശ്രദ്ധയും ഹോർമൂസിലേക്ക് തിരിയുമ്പോൾ, എല്ലാ ശ്രദ്ധയും ആയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്കത്തിൻ്റെ സമയത്തേക്ക് തിരിയുമ്പോൾ, ആ അനുകൂല അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഗാസയെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാനാണോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പം ശ്രദ്ധ മുഴുവൻ ഇപ്പം ഇസ്രായേൽ കാര്യമായി. ഇപ്പം ഏറെക്കാലത്തിന് ശേഷമാണ് ഇസ്രായേലിനെ കുറിച്ച് ഞാൻ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മറന്നിരിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് ആകെ കേൾക്കുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ലെബനനിൽ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ചാണ്. ലെബനനിലും സമാനமான സാഹചര്യം. ലെബനൻ്റെ തെക്ക് ഭാഗത്തൂടെ ഒഴുകുന്ന ലിറ്റനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള ഭാഗമാണ് സദൺ ലെബനൻ. ലെബനൻ്റെ ഭൂമിയുടെ 10% അത് പ്രാക്ടിക്കലി ഇസ്രായേലിൻ്റെ കൈവശമായി കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് മിസൈലുകളും റോക്കറ്റുകളും അയക്കുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ ഭാഷ്യം. അത് എത്രത്തോളം ശരിയാണെങ്കിൽ പോലും അതുണ്ട്, ആ സംഭവം ശരിയാണ്. പക്ഷേ ആ പ്രദേശം മുഴുവൻ കൈവശപ്പെടുത്തുകയും ആ പ്രദേശത്ത് ഇസ്രായേലി സ്വാധീന മേഖലയാക്കുകയും ഇനി ഒരിക്കലും വിട്ടുകൊടുക്കാനാവാത്ത രീതിയിലേക്ക് ഇസ്രായേൽ ലെബനന് തെക്കൻ പ്രദേശം കീഴടക്കി കഴിഞ്ഞു. അപ്പോൾ എക്സ്പാൻഷനിസ്റ്റ് പോളിസി, ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസി കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇറാൻ യുദ്ധത്തിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ ലെബനനിലേക്കും ഇനി സിറിയയുടെ ഭാഗമായ ഗോലാൻ കുന്നിലേക്കും അതിൻ്റെ തന്നെ ഏതാണ്ട് പൂർണ്ണ ഭാഗവും ഇസ്രായേൽ പിടിച്ചെടുത്ത് കഴിഞ്ഞു. 1967 യുദ്ധത്തിൽ പിടിച്ചെടുത്തതും ഭാഗികമായി വിട്ടുകൊടുത്തതുമായ ഗോലാൻ കുന്നുകൾ ഏതാണ്ട് പൂർണ്ണമായി ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമായി. അപ്പം ടെറിട്ടോറി, അതുമാത്രമല്ല വെസ്റ്റ് ബാങ്കിലും കടന്നുകയറ്റങ്ങൾ പൂർവാധികം ശക്തമായി പാലസ്തീൻ മേഖലയിലേക്ക്, അതായത് ഫത്ത പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള, പാലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലേക്ക് കൂടുതൽ ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ് വ്യാപിക്കുകയാണ്. അതുകൊണ്ട് വിശാല ഇസ്രായേൽ എന്ന ഒരു സങ്കല്പം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ അനുകൂല അന്തരീക്ഷം ഉപയോഗിക്കുകയാണോ ഇസ്രായേൽ എന്ന ഒരു ചിന്തയും വളരെ പ്രബലമാണ്. അതുകൊണ്ടാണ് ഗാസ ഏതാണ്ട്
വിസ്മൃതിയിലാഴുന്ന സമയത്ത് ഇസ്രയേൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഗാസയിൽ തങ്ങളുടെ ഹിതം നിറവേറ്റാൻ പോവുകയാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇന്നല്ലെങ്കിൽ നാളെ സംവിധായകരെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനായിരുന്നു യുദ്ധമൊക്കെ? നിങ്ങൾക്ക് ഹമാസിനെ പൂർണ്ണമായി കീഴടക്കാൻ കഴിഞ്ഞോ? ഉത്തരം ഇല്ല എന്നാണ്. എന്നാൽ തങ്ങൾക്ക് ഹമാസിന്റെ കൈവശമുണ്ടായിരുന്ന ഗാസയുടെ ഭൂമിയുടെ 80% പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രയേലെ ജനതയോട് പറയാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെയുള്ള ഒരു പോരാട്ട നാടകത്തിലേക്ക് ഏർപ്പെട്ട് നിൽക്കുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗാസയുടെ ആളുകളുടെ ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗാസയിൽ തീവ്രവാദം അവിടെ അവസാനിക്കട്ടെ, ഗാസയിൽ സമാധാനമുണ്ടാകട്ടെ, ഹമാസും ഇസ്രയേലും രണ്ടു കൂട്ടരും രണ്ടു ഭാഗത്തും ആയുധം താഴെ വെക്കട്ടെ. ഗാസയിലെ അവശേഷിക്കുന്ന 21 ലക്ഷം പേർക്കെങ്കിലും ജീവിക്കാനും സമൃദ്ധമായ ജീവനൊന്നും അല്ലെങ്കിലും അസ്തിത്വം നിലനിർത്താനും അവകാശമുണ്ടെന്ന് മനുഷ്യാവകാശ വിഷയം കൂടിയാണ്. അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് മാറ്റി വെച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.